വൈദ്യരെ, വേറൊന്നും തോന്നരുത്. ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയില്ല. ഏട്ടൻ്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്താ തോന്നുന്നത്? ഇതിപ്പോ കാലപ്പഴക്കമുള്ള ഒരു അസുഖമാണ്. ഈ ഇരിപ്പ് തുടങ്ങിയ കാലം മുതൽ ശരീരത്തിലെ നാഡീഞരമ്പുകൾ അതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ അതിനെ ഉണർത്താനും പഴയ താളത്തിലേക്ക് എത്തിക്കാനും ആദ്യം പറ്റണം. അതിനുശേഷമാണ് മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുക. പത്മിനി, ചായ എടുക്കൂ. വന്നോളൂ. അതേ, ഞാൻ വൈദ്യനോട് അങ്ങനെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ദേ, അത് കേട്ട് കോൺഫിഡൻസ് ഒന്നും കളയാൻ നിൽക്കണ്ട. നമ്മളിത് തിരിച്ചു പിടിക്കുന്നേ. സൂര്യ, ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എന്റെ മനസ്സിൽ ഒരു നിമിഷത്തിന് തോന്നിയ തെറ്റ് ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇനി എന്റെ മനസ്സിൽ സൂര്യ മാത്രമേ ഉണ്ടാവൂ. സൂര്യ നോക്കിക്കോളൂ. സൂര്യക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടാനും തയ്യാറാ. എനിക്ക് എന്റെ പഴയ സൂര്യയെ തിരിച്ചു വേണം. എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ തെറ്റ് ഞാൻ സഹിച്ചല്ലേ പറ്റോ? താങ്ക് യു സൂര്യ. താങ്ക്സ്. രാധിക മോളെ, നിന്നോട് ഈ കുടുംബം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ മുത്തശ്ശി? കണ്ടോ, കൽപ്പനയുടെ ഈ മാറ്റത്തിനും സൂര്യയുടെ ഈ സന്തോഷത്തിനും ഒക്കെ കാരണം നെയ്യാ. കൽപ്പന, എന്താ ഇത്ര തിരക്ക്? സൂര്യയുടെ ചികിത്സ തുടങ്ങാനല്ലേ, അതിന്റെ. ആ വൈദ്യര് വലിയ ആളാന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അതെ, അങ്ങനെയാ പറഞ്ഞത്. എന്ന് വെച്ചാ ഏട്ടന് കുറെ നാൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാം, പതിയെ ജീവിതത്തിലേക്ക് വരാം, അല്ലേ? അപ്പോ എന്റെ സ്ഥാനം എന്തായിരിക്കും? ഗൗതം, ഏട്ടന്റെ കാൽക്കലിരുന്ന് പറയുന്നേക്കാൻ ഞാൻ കേട്ടു. എല്ലാം മറക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, പിന്നെ കണിമംഗലത്തിന്റെ സ്വത്ത് നേടിയെടുക്കാൻ ഞാനും നീയും പങ്കുവെച്ച സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. കേൾക്കുമ്പോ വിഡിത്തം പോലെ നിനക്ക് തോന്നും. സൂര്യ എഴുന്നേറ്റ് നടക്കുമെന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ സൂര്യക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കവരെ വിശ്വസിപ്പിച്ചേ പറ്റൂ. ഗൗതം, നാളെ ഒരു സുപ്രഭാതത്തില് സൂര്യ പഴയതുപോലെ തിരിച്ചു വന്നാ പോലും ആ മനുഷ്യനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഞാൻ നിന്നോട് അടുത്തുപോയി. വാക്ക് മാറ്റി പറയാൻ ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല.
പക്ഷെ കൽപ്പന അങ്ങനത്തെ പെണ്ണല്ല. കണിമംഗലത്തിന്റെ സ്വത്ത് ഒട്ടും വീതം വെക്കാതെ എന്റെ പേരിൽ കിട്ടണം. അതിനുള്ള തന്ത്രം തന്നെയാ. അത് കഴിഞ്ഞ് നമുക്ക് ജീവിച്ചു തുടങ്ങണം, നമ്മുടെ സ്വപ്നങ്ങൾ പോലെ, രാജാക്കന്മാരെ പോലെ. എന്നെ ഒന്ന് വിശ്വസിക്കുക ഗൗതം. തൽക്കാലം ഞാൻ വിശ്വസിക്കാം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, എനിക്ക് പ്രതീക്ഷകൾ തന്ന് എന്നെ ചതിച്ച രണ്ടെണ്ണത്തിന് കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. എന്തായാലും അതിനിടയുണ്ടാവില്ല. ഈ കൽപ്പനയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഗൗതമിനോട് പറഞ്ഞ ഒറ്റ വാക്ക്. അത് ഞാൻ പാലിക്കും. കുട്ടി, ആ മരുന്ന് എടുത്തോളൂ. അതെ, സൂര്യയുടെ കാര്യത്തിലെ എന്നെക്കാൾ ഉത്സാഹം നീ കാണിക്കണ്ട. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള മരുന്നുകൾ കൂടി അരച്ചെടുക്കാം. പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് പോയി അരച്ചെടുത്തോണ്ട് വാ. ചെല്ല്. ഇപ്പൊ അരച്ചോണ്ട് ഭഗവാനേ, അമ്മേ, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രതീക്ഷ ഫലിക്കും. ധൈര്യമായിട്ടിരുന്നു. എന്തായാലും നന്നായി അല്ലേ പത്മിനി? ഇങ്ങനൊരു കാര്യം നടക്കുമ്പോ ഇത്രയും ആത്മാർത്ഥതയുള്ളൊരു കുട്ടി കൂടെ ഉണ്ടാവുന്ന എന്നെ ഭാഗ്യ. പറയാനുണ്ടോ അമ്മേ? സത്യം പറഞ്ഞ എന്റെ മനസ്സ് പറയുന്നത് എന്നും ആ കുട്ടി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്നാ. ഉണ്ടാവോ അമ്മേ? അല്ല, ഏട്ടന്റെ ചികിത്സ കഴിയുന്നത് വരെ രാധിക ഉണ്ടാവുമെന്ന്, അതാ ഞാൻ ഉദ്ദേശിച്ചത്.
മരുന്നരക്കണ്ടേ? ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. തനിച്ച് ചെയ്യണ്ട. അതെ, ഇതെനിക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഷെയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനും കൂടാ. കൈയെടുക്കരുത്. മരുന്ന് പെട്ടെന്ന് വേണമെന്ന്. പെട്ടെന്ന് വേണമെങ്കിൽ മാറിയാലല്ലേ പറ്റൂ. മാറണ്ട. ദാ ഇങ്ങനെ. പ്ലീസ്. എന്ത് രസം. അല്ല, ഈ മരുന്ന് ഇങ്ങനെ അരയുന്നത് കാണാനേ നല്ല രസമാ. എവിടെ നോക്കട്ടെ. അപ്പൊ ചിരിച്ചല്ലോ. മഹാഭാഗ്യം. അപ്പോഴേ ഇനി മുതൽ എന്നും മരുന്നരയ്ക്കുന്ന ഡ്യൂട്ടി നമുക്ക് രണ്ടുപേരും കൂടെ ചെയ്യാം. ഞാൻ മരുന്നരക്കല് നിർത്തുക. നാളെ മുതൽ തനി അങ്ങ് അരച്ചു കൊടുത്താൽ മതി. അത് പറ്റില്ല. അതെ, ചികിത്സ മാത്രം പോരാ, പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഏറ്റവും നന്നായിട്ട് ചികിത്സിക്കാൻ അറിയാവുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കാനും. ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം. ഒപ്പം ഒന്നിച്ച് നടക്കാൻ എനിക്കും നിനക്കും പറ്റണം. വരുൺ, വരുൺ, വരുൺ. ചേച്ചി, വരുൺ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. അതാ ഇവിടെ ഉണ്ട്. രാധിക, ഇതല്ലേ ആ മുക്കുറ്റി? അതെ. താഴെ വീണ മരുന്നെടുത്ത് വെക്കാൻ സഹായിക്കുകയായിരുന്നു. വരുൺ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? വരുൺ ഈ ജ്യൂസ് കുടിച്ചേ. കുടിക്ക്. വരുൺ കുടിക്കാനല്ലേ പറഞ്ഞേ? ചേച്ചി, ഇനി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ വരുണിനെ ബുദ്ധിമുട്ടിക്കണ്ട. വാ വരുൺ. വാ. നിങ്ങൾ കൊണ്ടുവന്ന കക്ഷികൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായില്ലേ? പ്രോപ്പർട്ടി അവർക്ക് ഇഷ്ടമായി മാഡം. എത്രയും പെട്ടെന്ന് ഡീല് നടത്താൻ അവർ തയ്യാറുമാണ്. പക്ഷെ വിലയുടെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സെന്റിന് 10 ലക്ഷം എന്ന് പറയുന്നത് ആ ഏരിയ കുറച്ച് കൂടുതലാണ്. 9 ലക്ഷത്തിനാണെങ്കിൽ അവർ തയ്യാറുമാണ്. നിങ്ങൾ ബ്രോക്കർമാരുടെ സൂത്രമൊക്കെ എനിക്കറിയാം. 9 വാങ്ങിച്ചു കൊടുത്ത ജഗദീഷിന് എന്താ ലാഭം? അയ്യോ, എനിക്ക് പ്രത്യേകിച്ച് ലാഭം ഒന്നുമില്ല മാഡം. പിന്നെ എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടും. ഓ, തൽക്കാലം ഞാൻ ജഗദീഷിനെ വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ കച്ചവടം ഉറപ്പിക്കാം. താങ്ക്സ് മാഡം. എങ്കിൽ പിന്നെ ഞാൻ അഡ്വാൻസിന്റെ കാര്യം മൂവ് ചെയ്യാം. ആയിക്കോട്ടെ, ജഗദീഷ് പൊയ്ക്കോളൂ. ഓക്കെ മാഡം. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിൽപ്പനയൊക്കെ? വേണ്ടി വന്നു. ഇത് ശ്യാമ മാഡത്തിന് അറിയോ? ശ്യാമ മാഡം അറിഞ്ഞോണ്ടല്ല, അറിയിക്കണം.
ശ്യാമയെ ഇത് അറിയിക്കേണ്ടത് മാലിനിയാണ്. സത്യത്തിലിപ്പോ ആ ഭൂമി വിൽക്കേണ്ട ഒരാവശ്യമില്ല. എന്റെ ആവശ്യം ഞാൻ ഇങ്ങനൊരു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് ശ്യാമ അറിയുക എന്നതാ. എനിക്ക് മനസ്സിലായില്ല മാഡം. പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ശ്യാമ എനിക്ക് വിട്ടു തന്നതാ. പക്ഷെ ആ അധികാരത്തിൽ ഒരു ക്ലോസ് ഉണ്ട്. ശ്യാമയുടെ മകളെ കണ്ടെത്തുകയോ കണ്ടെത്തിയ മകൾക്ക് 18 വയസ്സ് തികയുകയോ ചെയ്താൽ എനിക്ക് പിന്നെ ശ്യാമയുടെ സമ്പത്തിൽ ഒരധികാരവുമില്ല. ആ നിലയ്ക്ക് ഇങ്ങനൊരു വിൽപ്പനയ്ക്ക് ഞാൻ ശ്രമിക്കുമ്പോൾ മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശ്യാമ അത് തടയില്ലേ? തീർച്ചയായും തടയും. ശ്യാമയുടെ തടസ്സത്തിന് ബലമുണ്ടെങ്കിൽ അതിനർത്ഥം ശ്യാമയ്ക്ക് ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമെന്ന. മാലിനിക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല മാഡം. എന്തായാലും മാഡത്തിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശ്യാമയുടെ മകളെന്ന് പറയുന്നത് എനിക്ക് ഈ ഭൂമിയിലെ വെറും ഒരു പെൺകുട്ടിയല്ല, എന്റെ എക്കാലത്തെയും ശത്രു. അവളെ എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. മാലിനി എത്രയും പെട്ടെന്ന് ഇത് ശ്യാമയെ അറിയിക്കണം. എന്നിട്ട് ശ്യാമയുടെ റിയാക്ഷൻ എന്നെ അറിയിക്കണം. യെസ് മാഡം. ഞാൻ ഈ വെക്കുന്ന കെണിയിൽ ശ്യാമ വീണിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. കൽപ്പന, 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 അയ്യോ ഏട്ടാ, ഏട്ടാ. എന്താ ഏട്ടാ കാണിക്കുന്നേ? ഞാൻ വെള്ളം എടുക്കാൻ. എന്തെങ്കിലും വേണമെങ്കിൽ ഏട്ടത്തിയോട് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ എന്നെ വിളിച്ചൂടെ? ഞാൻ 1-2 തവണ വിളിച്ചു, കൽപ്പന കേട്ടില്ല. ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് സാരമില്ല കൽപ്പന. ഇപ്പൊ നടക്കുന്ന ചികിത്സയില് രാധയ്ക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോന്നല്ല, ഏട്ടനാദ്യം ഇതിലൊക്കെ വിശ്വസിക്കാൻ, എന്നാലേ ഇത് ഭനിക്കും. ആ, അതിന് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നതാ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിനോട് പറയാം, അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഏട്ടാ, ഏട്ടന് എന്തേലും പേടിയോ ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ദാ ഇത് കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. താങ്ക്സ് രാധിക.
ഏട്ടൻ നോക്കിക്കോ, ഞങ്ങൾ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തും. അല്ലേ ഏടത്തി?